ഇനി നമുക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകാം. അത് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ മഞ്ചേശ്വരത്തേക്കാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാണ് മഞ്ചേശ്വരത്ത് നടക്കുന്നത്. കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരിക്കൽ കൈവിട്ടു പോയ മണ്ഡലം ഇക്കുറി പിടിക്കുമെന്ന് ഉറപ്പിച്ചാണ് ഇന്ത്യയുടെ കെ സുരേന്ദ്രൻ കളത്തിലിറങ്ങിയത്. മണ്ഡലം നിലനിർത്തുമെന്ന് UDF-ഉം തിരികെ പിടിക്കുമെന്ന് LDF-ഉം ഉറപ്പിക്കുന്നുണ്ട്. പ്രചരണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ്. ഭാഷാപരമായ സവിശേഷതകളുള്ള മണ്ഡലത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കയ്യിലെടുക്കുന്നത്. 3 ദിവസം മുൻപ് തന്നെ പൊതുപര്യടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വോട്ടർമാരെ നേരിൽ കണ്ടു തുടങ്ങിയിരുന്നു. കൊട്ടിക്കലാശ ദിവസം രാവിലെ 7 മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. കടുത്ത ചൂടിനെ അവഗണിച്ചാണ് അവസാന മണിക്കൂറിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകുമെന്നും UDF സ്ഥാനാർത്ഥി AK അഷ്റഫ് പറഞ്ഞു. എനിക്ക് വോട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന സന്തോഷകരമായ ചിത്രമാണ് ഓരോ ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 വർഷം മഞ്ചേശ്വരത്ത് ചെയ്ത എൻ്റെ എല്ലാ ഇടപെടലുകളും മഞ്ചേശ്വരത്ത് ജനങ്ങളെ നന്ദിയോടെ ഓർത്ത് UDF-ന് നല്ലൊരു മെജോറിറ്റി നൽകുമെന്നുള്ള വിശ്വാസത്തിലാണ്. 2 വട്ടം കയ്യകലത്തിൽ നഷ്ടമായ മണ്ഡലം ഇത്തവണ താമരയെ പുണരുമെന്ന് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. കേരളത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ട് NDA മാറും. LDF-നും UDF-നും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. ഞങ്ങൾ തീരുമാനിക്കും ആരാണ് മുന്നിൽ വരേണ്ടത്, അല്ലെങ്കിൽ എന്താവും സ്ഥിതി എന്നുള്ളതിനെ സംബന്ധിച്ച് BJP-യുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. 2006 പോലുള്ള ഒരു ചരിത്രം 20 വർഷങ്ങൾക്കിപ്പുറം മഞ്ചേശ്വരത്ത് വീണ്ടും പിറക്കുമെന്ന് LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വിജയം നേടുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഞങ്ങളെ റാലിയിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി കുമ്പളയും ചീത്തങ്കോളിയെല്ലാം എത്തിച്ചേർന്നത്. അത് കാണിച്ചു തന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കും എന്നതാണ്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.